മഹിഷാസുരന്റെ അക്രമങ്ങൾ കൊണ്ട് ലോകം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേളയിൽ ദേവന്മാർ ദേവി പാർവതിയുടെ കാരുണ്യത്തിനായി വന്നുചേർന്നു. ദേവന്മാരെ സ്വാന്തനിപ്പിച്ചയച്ച ശേഷം ദേവി തന്റെ അംശമായ ദുർഗാദേവിയെ വിളിച്ച് കൽപ്പിച്ചു, ദേവി, അസുരനായ മഹിഷനിൽ നിന്നും പ്രജകളെ സംരക്ഷിക്കുവാനുള്ള കർത്തവ്യം നിന്നിൽ അധിഷ്ഠിതമാണ്. എത്രയും വേഗം ആ ദുഷ്ടാസുരനെ നീ നിഗ്രഹിക്കുക. ഗൗരിയുടെ ആജ്ഞപ്രകാരം ദുർഗാദേവി ഉഗ്ര പോരാട്ടത്തിലൂടെ മഹിഷാസുരനെ വധിച്ചു. മഹിഷാസുരന്റെ മരണത്തിൽ ജനങ്ങൾ ആനന്ദിച്ചു. ദേവകൾ ദേവിയെ സ്തുതിച്ചു. ലോകത്തിന്റെ കഷ്ടതകൾ കരുതി വന്നതിൽ ഭഗവാൻ ഉമാമഹേശ്വരൻ അത്യധികം ആനന്ദിച്ചു. അദ്ദേഹം തന്റെ പ്രിയപത്നിയെ കാണുവാനായി വന്നു അണിഞ്ഞു. ഇക്കാലത്ത് പാർവതി അരുണാചലത്തിൽ ആദിപരാശക്തിയെ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. പരമേശ്വരൻ ധ്യാന നിമിലിതമായ ദേവിയെ കൈകൂപ്പിക്കൊണ്ട് അരുളി ചെയ്തു, ദേവി, അവിടുത്തെ കാരുണ്യത്താൽ പ്രജകളേവരും ഇന്ന് ആനന്ദം അനുഭവിക്കുന്നു. ഉദിഷ്ടകാര്യം ഫലപ്രദമായി കഴിഞ്ഞുവല്ലോ. ദേവി ഇനി മിഴികൾ തുറന്നാലും അവിടുത്തെ സാമീപ്യത്തിനായി ആവേശപൂർവം വന്നണഞ്ഞ എന്നെ കണ്ടാലും. ദേവി മിഴികൾ തുറന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പരമശിവന്റെ സുന്ദരാംഗം കണ്ട ദേവി ലജ്ജാവിവശയായി തീർന്നു. പാർവതി പരമേശ്വരന്റെ സമീപത്തേക്ക് മന്ദമന്ദം നടന്നു. ഭഗവാൻ വർദ്ധിച്ച പ്രേമത്തോടെ ദേവിയെ ആലിംഗനം ചെയ്തു. വരിക ദേവി, എൻ്റെ അർദ്ധഭാഗം നിനക്കുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശങ്കരൻ തൻ്റെ പ്രിയതമയെ ഇടത്തെ തുടയിലെത്തി. ദേവി പരമശിവനെ പ്രേമപൂർവ്വം കടാക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ സ്തുതിച്ചു. ആ സമയം പാർവതി ഭഗവാന്റെ തുടയിൽ ലയിച്ചു ചേർന്നു. സർവ്വചരാചരങ്ങളെയും അത്ഭുതകരമായ കാഴ്ച കണ്ട് വിസ്മയിച്ച് നിൽക്കവേ ശിവപാർവതിമാരുടെ ഏകീഭാവം മാർന്ന ആ ശരീരത്തിന്റെ വലതുഭാഗം ജഡസർപ്പാദികളോടും ഇടതുഭാഗം കഞ്ചഹാരാദികളോടും കൂടിയതായി തീർന്നു. ഭക്തർക്ക് ആനന്ദം നൽകുന്ന പാർവതി പരമേശ്വരന്മാരുടെ വ്യത്യസ്തത ശരീരം അങ്ങനെ ഒന്നായി മാറി. അടുത്തത് കുന്തി ദേവിക്ക് ദുർവാസാവ് നൽകിയ വരത്തിന്റെ കഥയാണ്. തുടരും.